ഹലോ കൂട്ടുകാരെ, നിറക്കൂട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിവ്യ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ട് വന്നു. ഞാൻ യാദർച്ഛികമായിട്ട് ഒരു ഫംഗ്ഷന് പോയപ്പോൾ യാദർച്ഛികമായിട്ട് ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടുമുട്ടി. എൻ്റെ പഴയ ഒരു ഫ്രണ്ട്സിനെ ഞാൻ കണ്ടുമുട്ടി. പക്ഷേ അതിൻ്റെ ഒരു അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. ആ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. കാര്യം അത് വെറും 28 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. അതിൻ്റെ പഴയ കണ്ടപ്പോഴുള്ള മുഖത്തെ പ്രസരിപ്പും ഉന്മേഷവും ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷെ ഞാൻ അതിൻ്റെ അടുത്ത് വന്നപ്പോൾ അത് കണ്ണ് നിറഞ്ഞ്, അതിൻ്റെ 2 കണ്ണുകളും നിറഞ്ഞു തുളുമ്പി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ആ കുട്ടിയുടെ മുഖത്തുണ്ടായ ആ മൗനം എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. എന്നിട്ട് ഞാൻ കാര്യങ്ങൾ തിരക്കി. അതിൻ്റെ സങ്കടം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അപ്പുറമാണ്. പക്ഷേ ഞാൻ തിരക്കി. പക്ഷേ അതിൻ്റെ ഭർത്താവ് വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെട്ട് 2 കുട്ടികളെയും ബാക്കിയാക്കി അത് യാത്രയായി. അതിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ ഞാൻ അതിനോട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ കൂട്ടരെ? ഞാൻ പറഞ്ഞു, അതിൻ്റെ സങ്കടം, അതിൻ്റെ കൂടപ്പിറപ്പ് അതിനെ ഉപേക്ഷിച്ച് അതിൻ്റെ മാതാവിനോടൊപ്പം വേറൊരു വാടക വീട്ടിലാണ് അതിപ്പോൾ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു, നമ്മൾ എങ്ങനെ ആയാലും ജീവിച്ചേ പറ്റൂ. ജീവിതത്തിൽ പെട്ടെന്നാണ് സുഖവും ദുഃഖവും മറയുന്നത്. സുഖവും ദുഃഖവും മാറി മാറിയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്നത്. സുഖവും ദുഃഖവും ചേർന്നതാണ് ഒരു ജീവിതം. അത് സുഖം മാത്രം ഒരാൾക്ക് കൊടുക്കത്തില്ല, ദുഃഖം മാത്രവും ദൈവം ഒരാൾക്ക് കൊടുക്കത്തില്ല. സുഖവും ദുഃഖവും കൂടെ ചേർത്ത് ദൈവം ഒരാൾക്ക് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് നിൻ്റെ കടമ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക. 2 പെൺകുഞ്ഞുങ്ങളാണ് അവർക്കുള്ളത്. ആ പെൺകുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക. അവൻ ജോലിക്ക് പോകുന്ന കൊച്ചാണ്. അത് ജോലി ചെയ്ത് ഈ പെൺകുഞ്ഞുങ്ങളെ വളർത്തുക. നിൻ്റെ മാതാവിനെ കൂടെ നിർത്തുക. നിൻ്റെ അമ്മയെ കൂടെ നിർത്തി അവരോടൊപ്പം ചേർന്ന് നീയും ജീവിക്കുക. കഴിഞ്ഞു പോയ കാര്യം കഴിഞ്ഞ്, അതിനെ ഓർത്ത് സങ്കടപ്പെട്ട കാര്യമില്ല. അതാണ് പറയുന്നത്, നമ്മൾ ജീവിക്കേണ്ട സമയം ജീവിക്കുക. പിന്നീട് നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിച്ച് തീർന്നിട്ട് നമ്മളെപ്പറ്റി ചിന്തിക്കുക. അതിനെ ഒരു കരയ്ക്ക് എത്തിക്കഴിയുമ്പോൾ അവൾക്കൊരു ജീവിതം വേണമെങ്കിൽ അതാവാം. പക്ഷേ അങ്ങനെ ഞാൻ പറയേണ്ട അവസരമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ നീ 2 പിള്ളേരെ പഠിപ്പിക്കുക, നിൻ്റെ അമ്മയെ ചേർത്ത് നിർത്തുക. അതത്രയും പറഞ്ഞപ്പോൾ അതൊരു ആശ്വാസമായി. നമ്മൾ സങ്കടപ്പെടുന്നവരെ അടുത്ത് നിർത്തി ഒന്ന് ആശ്വസിപ്പിച്ച അവർക്ക് അത്രയുമെങ്കിലും ഒരു സന്തോഷമാണ്. കഴിയുന്നെങ്കിൽ നിങ്ങളെല്ലാവരും അങ്ങനെ സങ്കടപ്പെടുന്നവരെ ചേർത്ത് നിർത്തുക. ബായ്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്.